ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മലാപ്പറമ്പ് ഉൾപ്പെടെ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭ യോഗ തീരുമാനം വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, സംസ്ഥാനം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചോദ്യത്തിനാണ് ഉത്തരമായിരിക്കുന്നത്. മലാപ്പറമ്പ് അടക്കം പൂട്ടാൻ ഉത്തരവിട്ട 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം വന്നിരിക്കുന്നു. സമഗ്രമായ വിവരങ്ങൾ എന്താണ്? ദിനകർ, കേൾക്കാമെങ്കിൽ. മന്ത്രിസഭയിൽ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. 4 സ്കൂളുകൾ, മലാപ്പറമ്പ് UP സ്കൂൾ ഉൾപ്പെടെ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് അടച്ചുപൂട്ടേണ്ട സ്കൂളായിരുന്നു മലാപ്പറമ്പ് UP സ്കൂൾ. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്നാണ് കോടതി വിധിയെ തുടർന്ന് സ്കൂൾ ഇന്ന് അടച്ചുപൂട്ടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന തരത്തിൽ വാർത്തയുണ്ടായിരുന്നു. ദിനകർ ഒരിക്കൽ കൂടി ചേർന്നു. ദിനകർ, കേൾക്കാമോ? തീർച്ചയായും അരുൺ, 4 സ്കൂളുകളും ഏറ്റെടുക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ കൂടി അനുമതിയോടുകൂടി, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കൂടി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതുകൂടി പഠിച്ച ശേഷമായിരിക്കും 4 സ്കൂളുകളും ഏറ്റെടുക്കുക. മലാപ്പറമ്പ് UP സ്കൂൾ ഉൾപ്പെടെ 4 സ്കൂളുകൾ പൂട്ടാൻ പോകുന്ന 4 സ്കൂളുകൾ പൂട്ടിയതും പൂട്ടാൻ പോകുന്നതുമായ 4 സ്കൂളുകൾ ആണ് ഏറ്റെടുക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഇത് വലിയ ഒരു തീരുമാനമാണ്. കാരണം ഒരു സന്ദേശം കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന സർക്കാരിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളുക എന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കുകയുണ്ടായി. മലാപ്പറമ്പ് UP സ്കൂൾ, അതോടൊപ്പം തന്നെ മലപ്പുറം കൊണ്ടോട്ടിയിലെ പാലോട് വയൽ മാങ്ങാട്ടുമുറി LP സ്കൂൾ, മാങ്ങാട്ടുമുറി LP സ്കൂൾ, തൃശൂരിലെ പിരാലൂർ LP സ്കൂൾ എന്നീ 4 സ്കൂളുകളാണ് ഏറ്റെടുക്കുക. മലാപ്പുറം ഉൾപ്പെടെ 4 സ്കൂളുകളാണ് ഏറ്റെടുക്കുക. ഇതിൽ ഒരു സ്കൂൾ ഇന്നലെ പൂട്ടുകയും ചെയ്തിരുന്നു. അത് ഉൾപ്പെടെ ഏറ്റെടുക്കാനാണ് തീരുമാനം. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. അത് നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നഷ്ടത്തിലുള്ള സ്കൂളുകൾ പൂട്ടാൻ കഴിയില്ല, അല്ലെങ്കിൽ പൂട്ടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ദിനകർ, അതുതന്നെയാണ് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള ആ രംഗത്ത് ഏറ്റവും വലിയൊരു ചുവടുവെപ്പാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. മലാപ്പറമ്പ് ഉൾപ്പെടെ 4 സ്കൂളുകൾ പൂട്ടാൻ ഉത്തരവിട്ട ചില സ്കൂളുകൾ പൂട്ടുകയും ചെയ്തു. അതിൽ 4 സ്കൂളുകൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ചുവട് വച്ചിരിക്കുന്നു. കോടതിയെ അടക്കം വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ കോടതി അലക്ഷ്യം അടക്കമുള്ള നടപടികളെ മറികടക്കേണ്ടതുണ്ട് സർക്കാരിന്. അതിന് ഏത് തരത്തിലുള്ള ചർച്ചയാണ് മന്ത്രിസഭാ യോഗത്തിൽ നടന്നത്? മനു, ഇക്കാര്യത്തിൽ KER, അതായത് കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ചില പരിഷ്കാരം കൊണ്ടുവരേണ്ടി വരും. സ്വാഭാവികമായും ഇത്തരത്തിൽ നഷ്ടത്തിലാകുന്ന സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള, അല്ലെങ്കിൽ അത്തരം സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള നിലപാട് സർക്കാരിന് സ്വീകരിക്കാം. അത് സ്വാഭാവികമായും നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് സർക്കാരിന് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഈ സ്കൂളുകൾ പൂട്ടാൻ തീരുമാനം കൈക്കൊണ്ടത്. 1 വർഷം മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ നഷ്ടത്തിലാണെന്നും പൂട്ടാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, UDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് പൂട്ടാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു, പൂട്ടാനുള്ള ഉത്തരവ് നൽകുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ വീണ്ടും ജനകീയമായ പ്രക്ഷോഭം ഉയർന്നു വരികയും കോടതിയെ സമീപിക്കുകയും ചെയ്തു ജനങ്ങൾ, ഒപ്പം രക്ഷിതാക്കളും. ഇതേ തുടർന്ന് ഹൈക്കോടതി പൂട്ടാൻ അനുമതി നൽകി. തുടർന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. KER-ൽ പരിഷ്കരണം നടത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. തീർച്ചയായിട്ടും ദിനകർ, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി, ഒരു നയപരമായ കാര്യമായി സർക്കാർ ഇതിനെ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ദിനകർ പറഞ്ഞതുപോലെ, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന തരത്തിലേക്ക് സർക്കാർ വരുന്നു. അതായത് വീണ്ടും കോടതിയിലേക്ക് ഈ പ്രശ്നത്തെ വലിച്ചിഴക്കാതിരിക്കാനുള്ള നടപടികളുമായി സർക്കാർ പോകുന്നു. തീർച്ചയായും മനു, ഈ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കാണേണ്ടത്,
ഇത്തരത്തിൽ നിരവധി സ്കൂളുകൾ ഇപ്പോൾ നഷ്ടത്തിൽ പോകുന്നവയുണ്ട് എന്നുള്ളത് വസ്തുതയുണ്ട്. അത് മുഴുവൻ സർക്കാരിനെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതേസമയം പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കൂടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു സന്ദേശം തന്നെയാണ്, സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ്. സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് സർക്കാരിന്റെ കൂടി ചുമതലയാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ കൂടി ചുമതലയാണ് എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് സർക്കാർ ഇതിലൂടെ നൽകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കൂളുകൾ കൂട്ടപ്പെടുന്നവയുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് ആ സ്കൂളുകൾ ലാഭത്തിലാക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നതാവും ഇനി സർക്കാർ സ്വീകരിക്കുക. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടത്തും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകൾ പൂട്ടുന്നതിനെതിരെ KER-ൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് സർക്കാർ ഇത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ അധികാരത്തിലെത്തി 2 ആഴ്ച പിന്നിടുമ്പോൾ 2 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഒരുപക്ഷെ മുൻ സർക്കാർ അടച്ചുപൂട്ടാൻ അനുമതി നൽകിയ ഒരു സ്കൂൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്നു. സ്വാഭാവികമായും അത് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാരണം ഇത്തരത്തിൽ നിരവധി സ്കൂളുകൾ ഒരുപക്ഷെ ഇതിനു മുൻപ് പൂട്ടിപ്പോയിട്ടുണ്ട്. അത്തരം നിലപാടുകളൊക്കെ തിരുത്തിക്കൊണ്ട് ഒരു ശക്തമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി കടമയാണ് എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് ഈ സ്കൂൾ അധികൃതർക്ക് മാനേജ്മെന്റുകൾക്ക് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ നയപരമായ തീരുമാനമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കിയത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ കോടതിയുടെ കൂടി അനുമതിയോടെയായിരിക്കും ഏറ്റെടുക്കുക എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഞാൻ ദിനകറിലേക്ക് വരാം. ദിനകർ കൂടുതൽ വാർത്തകൾ ശേഖരിക്കുക. ഞാൻ ദിനകറിലേക്ക് വരാം. ഇപ്പോൾ മലാപ്പറമ്പിൽ നിന്നും സിജു കണ്ണൻ തത്സമയം ചേരുന്നുണ്ട്. സിജു, ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു മലാപ്പറമ്പിലേക്ക്. മലാപ്പറമ്പ് സ്കൂൾ അടക്കം 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങുകയില്ല, അവർക്ക് സുഗമമായി പഠിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉറപ്പാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ചുവട് വച്ചിരിക്കുന്നു. മനു, ഒരുപക്ഷെ ഇത് തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ച ആ നിമിഷം മുതൽ മലാപ്പറമ്പിലെ സ്കൂൾ സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ നാട്ടുകാരും യുവജന വിദ്യാർത്ഥി സംഘടനകളും ഈ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയും സ്കൂളിനെ തന്നെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുകയും ചെയ്ത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കൃത്യമായും സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൃത്യമായ വാർത്ത എന്ന രീതിയിലേക്ക് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. ില്ലെങ്കിലും ആ കാര്യങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സന്തോഷം എല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ. എങ്കിലും കൃത്യമായും സർക്കാർ 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ല് എന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. ഇപ്പോൾ സമരസമിതി പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ മുതൽ ക്ലാസ്സുകൾ കൃത്യമായി നടന്നു. കൃത്യം 10 മണിയോടുകൂടി തന്നെ ക്ലാസ് നടന്നു. കുട്ടികളെല്ലാം ക്ലാസ്സിലാണ്. അതോടൊപ്പം തന്നെ സമരസമിതി പ്രവർത്തകർ രാവിലെ 9 മണി മുതൽ ഇവിടെ എത്തിയ സമരസമിതി പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 4 സ്കൂളുകൾ, ഇത്തരത്തിൽ പ്രശ്നം നിലനിൽക്കുന്ന അടച്ചുപൂട്ടൽ ഭീഷണിയിലുള്ള 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ഇത്രയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ച നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ മുതൽ തന്നെ ഈ തീരുമാനം ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് ഒരു മലാപ്പറമ്പിലെ സ്കൂളിൻ്റെ ഏറ്റെടുക്കൽ മാത്രമല്ല, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾക്കെല്ലാം ഏറെ കരുത്തും പ്രചോദനവും പകരുന്നൊരു തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ മലാപ്പറമ്പിലെ സ്കൂളിനെ സംരക്ഷിക്കാൻ വേണ്ടി സമരസമിതി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഒരിക്കൽ പോലും അത് ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം നിലക്കല്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടണം. മാനേജർമാരല്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ അവരുടെ ധാരണകൾക്കനുസരിച്ചല്ല വിദ്യാഭ്യാസ മേഖല പോവേണ്ടത്, മറിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് സമരസമിതി ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷകരമായ, ഏറെ അഭിമാനകരമായൊരു തീരുമാനം. ഇടതുപക്ഷ ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചു എന്നത്
വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്നേഹികൾക്കാകെ പ്രചോദനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ കാലമായി കേരളത്തിലെ ഇടതുപക്ഷ AIYF-ഉം AISF-ഉം എല്ലാം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം നടത്തിവരുന്ന സമരങ്ങൾക്കെല്ലാം കൂടുതൽ കരുത്തു പകരുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. മനു, അത് തന്നെയാണ് കൃത്യമായും ഒരു മലാപ്പറമ്പ് AUP സ്കൂൾ എന്ന ഒരു സ്കൂളിൻ്റെ മാത്രം പ്രശ്നം എന്ന രീതിയിൽ അല്ല ഈ സമരം നയിച്ചവരായാലും ഇതിന് നേതൃത്വം കൊടുത്തവരായാലും അതിനെ കണ്ടത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമോ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഏറ്റെടുത്ത് നടത്തിയത്. ഒരുപക്ഷെ 2 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ പൊളിച്ച് നീക്കിയത് മുതലാണ് അവിടെയുള്ള കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക. ഞാൻ വരാം സിജുവിലേക്ക്. ഇപ്പോൾ ശ്രീ ജെയ്ക് പി തോമസ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജെയ്ക്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് പൂട്ടാൻ പോകുകയായിരുന്ന 4 സ്കൂളുകൾ, 2 സ്കൂളുകൾ പൂട്ടിക്കഴിഞ്ഞു, മലാപ്പറമ്പ് ഇന്ന് പൂട്ടണമായിരുന്നു. ആ സ്കൂളുകൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ നൽകുന്ന സന്ദേശം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാ നിലയിലും LDF വന്നാൽ എല്ലാം ശരിയാകും എന്നത് ഒരു പരസ്യവാചകം മാത്രമല്ല എന്ന് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സംരക്ഷകരായിട്ടുള്ള ആളുകളുടെയും മനസ്സിൽ വലിയ പ്രതീക്ഷയുടെ പൊൻതിരിവട്ടം കത്തിച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൂട്ടാൻ കോടതി പോലും പറഞ്ഞ സർക്കാർ സ്കൂളുകളെ ഏറ്റെടുത്തുകൊണ്ട് ആ സ്കൂളുകളെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജയ്ക്ക്, ഇവിടെ സർക്കാരിന് മുമ്പിൽ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതായത് ഈ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം, കോടതി അലക്ഷ്യമാവാതെ നോക്കണം. അതൊക്കെ മറികടന്ന് നയപരമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കോടതി വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാനേജ്മെന്റുമായി സംസാരിച്ച് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ വരുന്നു. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ ഈ മലാപ്പറമ്പ് സ്കൂളിനെ സംബന്ധിച്ചും മങ്ങാട്ടുമുറിയിലെ സ്കൂളിനെ സംബന്ധിച്ചും ഒക്കെ അടച്ചുപൂട്ടപ്പെടാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട പല സ്കൂളുകളെ സംബന്ധിച്ചും ഇത്രയും കാലഘട്ടം UDF-ന്റെ പൊതുവിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രധാനപ്പെട്ട വക്താക്കളും ഒക്കെ ഇത്രയും കാലഘട്ടം പറഞ്ഞിരുന്നത് നമ്മൾ ഈ തരത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയല്ല എന്നതായിരുന്നു ഇന്നലെ വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും ഹൈക്കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിലാവട്ടെ, അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെ ഈ പ്രശ്നം വന്ന ഘട്ടത്തിലാവട്ടെ, ആ സ്കൂളിനെ സംരക്ഷിക്കാനോ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്കൂൾ, ഇപ്പൊ മലാപ്പറമ്പ് മാത്രം ഉദാഹരണമായി എടുത്ത് നോക്കിയാൽ 130 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഇല്ലാതാവുന്നതോടുകൂടി അവിടെ പഠിക്കുന്ന 75 കുട്ടികളുടെ ഭാവി മാത്രമല്ല, ഒരു നാടിന്റെ പ്രാദേശിക സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു കൂടിയാണ് ആ നാട്ടിലെ ഒരു സർക്കാർ സ്കൂൾ. ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരന്റെയും ദരിദ്രന്റെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഒരു കേന്ദ്രം. അങ്ങനെ പ്രാദേശിക ചരിത്രത്തിൽ പോലും ഒരു സർക്കാർ സ്കൂളിന് ചെറുതല്ലാത്ത ഇടമുണ്ട്. അതൊക്കെ നശിച്ചു പോകുന്ന ഘട്ടത്തിൽ കയ്യും കെട്ടി നിസ്സംഗമായിട്ട് ഒരു സർക്കാർ നിന്നു എന്നതാണ് കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ UDF ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് മങ്ങാട്ടുമുറിയിലും മലാപ്പറമ്പിലും ഒക്കെയുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും ഏറ്റവും അവസാനം കോടതി പോലും ലാഭത്തിന് വേണ്ടി നടത്തിയാൽ മതി എന്ന വിധിയിലേക്ക് പോലും എത്തിച്ചേർന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ മാതൃകാപരമായിട്ട് എങ്ങനെ ഒരു ജനപക്ഷ സർക്കാരിന് വിദ്യാർത്ഥിപക്ഷ സർക്കാരിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ സ്കൂളുകളെ ബദൽ ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുന്നത് ആ ഘട്ടത്തിലാണ്. അവിടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തെ ഭരണത്തെ കൂടെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടതായിട്ടുണ്ട്. നന്ദി ജയ്ക്ക് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീമതി ശ്രീകല ടീച്ചർ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകല ടീച്ചർ, വലിയൊരു ചുവടുവയ്പ്പാണ്. 4 സ്കൂളുകൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടി മുദ്ര വച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസമാണ്. മന്ത്രിസഭാ യോഗം ഈ മലാപ്പറമ്പ് സ്കൂളടക്കം കിരാലൂർ സ്കൂള്, മങ്ങാട്ടുപറമ്പ് സ്കൂളടക്കം 4 സ്കൂളുകൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തോട്ട് മുന്നിൽ വയ്ക്കുന്ന സന്ദേശം എന്താണ്? ടീച്ചർ എന്താണ് കാണുന്നത്? വിദ്യാഭ്യാസ പ്രവർത്തക എന്നുള്ള നിലയിൽ അങ്ങേയറ്റം അഭിമാനവും ആഹ്ലാദവും കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഞാൻ അനുഭവിക്കുകയാണ് ഈ തീരുമാനം കേൾക്കുമ്പോൾ. കാരണം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ കേരളം. അതിനിടയിലും വിദ്യാഭ്യാസത്തിന്, വിശേഷിച്ച് പ്രാഥമിക തലമടങ്ങുന്ന പൊതുവിദ്യാഭ്യാസത്തിന് ഈ സർക്കാർ നൽകുന്ന മുൻഗണനയും പരിഗണനയും അത്യന്തം സ്വാഗതാർഹവും അഭിമാനകരവുമായി തോന്നുകയാണ്. ഈ സുപ്രീം കോടതി മലാപ്പറമ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചൊരു നിരീക്ഷണത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ അപ്പീൽ തരാനോ അല്ലെങ്കിൽ അതുമായി നിയമ നടപടികൾ മറ്റു രീതിയിൽ സ്വീകരിക്കാനോ തയ്യാറാവാതിരുന്നത് എന്ന് കേരള ഗവൺമെന്റിനോട് ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരാണ്, അതിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്
ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആ സർക്കാരിനും പൊതുവിദ്യാഭ്യാസം ഏതു തരത്തിലാണ് അവർ കണ്ടിരുന്നത് എന്നതിന്റെ കൂടി തെളിവാണ്. വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. സമ്പൂർണ്ണ സാക്ഷരതയും പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തേക്ക് മുഴുവൻ കുട്ടികളെയും എത്താൻ കഴിയുന്ന അവസ്ഥയും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും അഭിമാനിക്കാവുന്ന നേട്ടമല്ല, അവകാശപ്പെടാവുന്ന ഒന്നല്ല, കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ്. ആ കാര്യത്തിൽ മുൻപും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിന്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ആ തുടർച്ച ഏറ്റെടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, സ്വീകാര്യമായിട്ടുള്ള വസ്തുതയാണ്. സമാനമായ വിധത്തിൽ ഒരു അഭ്യർത്ഥന കൂടിയുള്ളത്, KERL മാനേജർമാർക്ക് അനുകൂലമായി പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ അത്തരം വ്യവസ്ഥകൾ നീക്കം ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നടത്താൻ കൂടി സർക്കാർ തയ്യാറാവണം എന്നൊരു തീർച്ചയായും ടീച്ചർ, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ സമീപകാലങ്ങളിൽ നമ്മൾ വളരെയധികം കേട്ട ഒരു വാക്കാണ് വിദ്യാഭ്യാസ രംഗത്ത്, ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കച്ചവട സാധ്യതകൾ കടന്നു വന്ന അന്ന് മുതൽ കേൾക്കുന്നു ലാഭകരമല്ലാത്ത സ്കൂളുകളെന്ന്. ഇപ്പോൾ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 1000-ലേറെ സ്കൂളുകൾ ആ ഒരു മേഖലയിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ഈ KERL ഭേദഗതി വരുത്തിയാൽ ആ ഒരു സാധ്യത, അതായത് കച്ചവട സാധ്യത നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാറ്റാൻ കഴിയുമോ? ഈ വിദ്യാഭ്യാസത്തെ കച്ചവടമായി ലാഭകരം, അനാദായകരം തുടങ്ങിയ പ്രയോഗങ്ങൾ, ഇക്കണോമിക് സ്കൂൾസ് എന്നുള്ള പ്രയോഗം തന്നെ ഈ സമൂഹത്തിൽ നമ്മൾ വ്യാപകമായി കേട്ടു തുടങ്ങിയത് 2001-2006 കാലത്തിലാണ് എന്ന് ഓർക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ മലാപ്പറമ്പ് സ്കൂളും മറ്റു സ്കൂളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഈ അനാദായകരമായ സ്കൂളുകൾ എന്നുള്ളത് വീണ്ടും ഉയർന്നു വന്നത്. അത് ആദ്യമായി കേരള സമൂഹം സജീവമായി ചർച്ച ചെയ്തത് 2001-2006 കാലത്താണ്. അത് വാസ്തവത്തിൽ എല്ലാത്തിനെയും ലാഭത്തിന് വേണ്ടി മാത്രം കാണുന്ന, ലാഭ കണ്ണുകളോടെ മാത്രം കാണുന്ന ഒരു വ്യവസ്ഥയുടെ പ്രതിഫലനം, ആ വ്യവസ്ഥയുടെ നയങ്ങൾ കേരളത്തിൽ അന്ന് അധികാരത്തിലിരുന്ന ഗവൺമെന്റ് സ്വീകരിക്കാൻ തയ്യാറായതിന്റെ ഫലമായിട്ടാണ് അത്തരത്തിലൊരു പ്രയോഗം തന്നെ രൂപപ്പെട്ടത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒരു സേവന മേഖലയാണ്. മുൻപും സ്വകാര്യ വ്യക്തികൾ, കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഭിമാനകരമായ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് പിന്നിൽ സർക്കാരിന്റെ ഇടപെടലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനകളുടെ ഇടപെടലോ മാത്രമല്ല, സ്വകാര്യ വ്യക്തികളുടെ വലിയ തോതിലുള്ള പങ്കും നേതൃത്വവും ഒക്കെ ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായ ഇടപെടലുണ്ടായിരുന്നു. അവർ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സേവന മേഖലയായിട്ടാണ് കണ്ടത്. അവർക്ക് ലാഭം കൊയ്യുവാനുള്ള ഒരു മേഖലയായിട്ടല്ല അവർ വിദ്യാഭ്യാസത്തെ കണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്തിനേയും ചരക്കാക്കി മാറ്റുന്ന, വിദ്യാഭ്യാസം ഉൾപ്പെടെ ആ സാഹചര്യത്തിൽ ചരക്കായി മാറുന്നു. അതിനു വേണ്ടുന്ന ഒരു മേഖലയായി, ഒരു ലാഭസാധ്യതയുള്ള ഒരു വ്യവസായമായി വിദ്യാഭ്യാസത്തെ കാണാൻ തയ്യാറാകുന്നതിന്റെ ഫലമാണ്. അത് ഏതെങ്കിലും വ്യക്തികളുടെ മാത്രം കുഴപ്പമല്ല, അത് അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന സർക്കാരുകളുടെ കൂടി ഉത്തരവാദിത്തം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് ആവില്ല. ഈ സ്കൂളുകളെ ലാഭകരം എന്ന് പ്രയോഗിക്കുന്ന ആ പ്രയോഗം തന്നെ പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ മാനേജർമാർക്ക് സവിശേഷമായി ലഭിച്ചിരിക്കുന്ന ഈ ഒരു ആനുകൂല്യം, ആ KERL അടങ്ങിയിരിക്കുന്ന ആ വ്യവസ്ഥ, അത് പിൻവലിക്കുവാനുള്ള, അത് മാറ്റിക്കൊണ്ട് അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് പരിഷ്കരണം നടത്തുവാനുള്ള ഒരു നീക്കം കൂടി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ടീച്ചർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചർ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമായും ഈ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ടീച്ചർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുഃഖകരമായ വസ്തുത. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി, ഈ സംഭവങ്ങളൊക്കെ, ഈ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഇതുവരെ ഈ സർക്കാർ എന്തെടുക്കുകയായിരുന്നു? ഇത് നിങ്ങൾക്ക് ഈ അവസാന നിമിഷമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ ആ നിഷ്ക്രിയത്വത്തിനോടാണ് സുപ്രീം കോടതിയുടെ ആ ചോദ്യം വന്നത്. അധികാരികൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം എത്രമാത്രം മലിനമായി കിടക്കുകയായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. ഇനി ആ മാലിന്യങ്ങളെയെല്ലാം ശുദ്ധീകരിക്കേണ്ട വലിയൊരു ബാധ്യതയാണ് ഈ പുതിയ സർക്കാരിന് മുന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തുനിന്ന് മാത്രമല്ല, കേരള സമൂഹത്തിൽ ആകമാനം നിലനിൽക്കുന്ന ഒരുപാട് തരം മോശപ്പെട്ട പ്രവണതകളുടെ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ആഗ്രഹമാണ് ഇതെല്ലാം എത്രയും വേഗം മാറ്റി തീർക്കണം, നീക്കം ചെയ്യണം എന്നുള്ളത്. ആ ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിലവിലുള്ള ഒരുപാട് പരിമിതികളെയും ഞാൻ കാണുന്നുണ്ട്. അത് സാമ്പത്തിക പരിമിതി തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്നു. അതിനിടയിലും വിദ്യാഭ്യാസ മന്ത്രി
അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ ആദ്യം നടത്തിയ പ്രതികരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്നതായിരുന്നു. അപ്പൊ അത് ഒരു സർക്കാരിന്റെയും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു നിശ്ചയദാർഢ്യത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും സൂചനയാണ്. ആ ഇച്ഛാശക്തി തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി വല്ലാത്ത വിധത്തിൽ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലിനമായിക്കൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ തീർച്ചയായും ടീച്ചർ, ശ്രീകല ടീച്ചർ വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ശ്രീ വി കെ സി മുഹമ്മദ് കോയ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി കെ സി മുഹമ്മദ് കോയ, ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മലാപ്പറമ്പ് സ്കൂൾ അടക്കം 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തുടർന്ന് പഠിക്കാം. പൂട്ടിപ്പോയ 2 സ്കൂളുകൾ അടക്കമുണ്ട് ഈ ഏറ്റെടുത്ത സ്കൂളുകളിൽ. അതെല്ലാം തുടർന്ന് തുറന്ന് പ്രവർത്തിക്കും. പഴയതുപോലെ കുട്ടികൾ വരും, പഠിക്കും. ഒക്കെ വലിയൊരു സന്തോഷം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? വളരെ 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 സന്തോഷകരമായിട്ടുള്ള വിദ്യാഭ്യാസമായി താല്പര്യമുള്ള മുഴുവൻ ആളുകളും ആഹ്ലാദിക്കുന്ന, എന്ന് പറഞ്ഞാൽ കേരളം തന്നെ ആഹ്ലാദിക്കുന്ന ഒരു സംഭവമാണത്. കാരണം ഇപ്പൊ ഇതുപോലത്തെ ഒരുപാട് സ്കൂളുകളുണ്ട്. പല മാനേജ്മെന്റും ഈ സ്കൂളുകൾ പൂട്ടി സ്ഥലം വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അവസരത്തിൽ ഇതൊരു വലിയ സന്ദേശമാണ്. ഇത് ഒരു നല്ല തുടക്കമാണ്. ഇപ്പൊ ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുന്നതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ഗവൺമെന്റ് ചെയ്താൽ നന്നാവും. കാരണം ഈ കഴിവുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു അനുവാദം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യത ഒരു പരിധി വരെ കുറയ്ക്കാനും കഴിയും, അല്ലെ ശ്രീ വി കെ സി? കുറയ്ക്കാൻ കഴിയും. അതായത് പ്രദേശത്തുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ ഗവൺമെന്റ് ആ ഒരു കാര്യം കൂടി തീരുമാനിക്കുന്നത് നന്നായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഗവൺമെന്റിനെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. തീർച്ചയായും ശ്രീ വി കെ സി, ഒരു നിമിഷം ഞങ്ങളോട് തുടരണം. വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് ഒരു ഇടവേള പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. വേഗത്തിൽ വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം.